അപ്പൊ ഈ സന്ദേശങ്ങൾ മാത്രമായിട്ട് നൽകിയിരിക്കുന്നത് എവിടെയാ? വൈദിക ഗ്രന്ഥത്തില്. നിർഭാഗ്യവശാൽ ഭാരതത്തിലെ വൈദിക ഗ്രന്ഥങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ കേട്ടിട്ടുമില്ല, നമ്മൾ അറിഞ്ഞിട്ടുമില്ല. നമ്മളെല്ലാവരും ഒരു കാര്യം ധരിച്ചു. എന്താ? വേദമെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് മാത്രമുള്ളതാണ്. അത് വെരിഫൈ ചെയ്യാൻ പോലും നമ്മൾ തയ്യാറായില്ല. വേദം എന്താണെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ താൻ വേദം കേട്ടിട്ടുണ്ടോ എന്നൊരു ചോദ്യം ആരോടെങ്കിലും ചോദിച്ചാൽ അയാൾ ഉടനെ ഉത്തരം പറയും, ഞാൻ ബ്രാഹ്മണനല്ല, പിന്നെങ്ങനെയാ ഞാൻ കേൾക്കാം? ഇപ്പൊ ബ്രാഹ്മണർക്ക് കേൾക്കരുതെന്ന്, ബ്രാഹ്മണരല്ലാത്തവർക്ക് കേൾക്കരുതെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. കേൾക്കരുതെന്ന് മാത്രം എനിക്കറിയാം. അത് ആരാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? അതും എനിക്കറിഞ്ഞൂടാ. പണ്ട് അച്ഛന്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ നായന്മാരാണ്, നായര് ശൂദ്രരാണ്, വേദം കേൾക്കരുത്. അച്ഛന്റെ അച്ഛൻ പറഞ്ഞത് ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അതൊന്നും പരിശോധിക്കാറില്ല. അച്ഛന്റെ അച്ഛൻ പറഞ്ഞ ബാക്കിയെല്ലാം ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ? അതില്ല. ഇത് മാത്രം പകർത്തിയിട്ടുണ്ട്. മുത്തച്ഛൻ പറഞ്ഞത് എല്ലാം പകർത്തിയിട്ടില്ല, ഇത് മാത്രം പകർത്തിയിട്ടുണ്ട്. അത് പോട്ടെ. മഹാഭാരതം വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? അത് വീട്ടിൽ വെക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതെന്താ വീട്ടിൽ വെക്കരുതെന്ന്? വീട്ടിൽ യുദ്ധം ഉണ്ടാവും, അത് കാരണം വെക്കരുത്. അപ്പൊ ഇപ്പൊ വീട്ടിൽ എന്താ ഉള്ളത്? അല്ല സാറേ, ഇപ്പൊ തന്നെ വീട്ടിൽ യുദ്ധമാണോ ഉള്ളത്? ഇനി അതും കൂടി വന്ന് വേറെ യുദ്ധം വേണ്ട. ഈ മഹാഭാരതം വീട്ടിൽ വെക്കാൻ പാടില്ല എങ്കിൽ പിന്നെ എന്തിനാ അത് വേദവ്യാസൻ എഴുതിയത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാർ. വെക്കരുതെന്ന് മാത്രം അറിയാം. അതെന്താ വെക്കരുതെന്നറിയുന്നത്? അതില് ജ്യേഷ്ഠാനുജന്മാരുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ യുദ്ധം ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിലും യുദ്ധം ഉണ്ടാവും. അപ്പൊ യുദ്ധമുള്ള ഗ്രന്ഥം വെക്കണ്ടെന്നാ അമ്മ പറഞ്ഞത്. അപ്പൊ രാമായണത്തിൽ യുദ്ധമില്ലേ? രാമായണത്തിൽ രാമനും രാവണനും തമ്മിൽ യുദ്ധം ഉണ്ടല്ലോ. സാറ് പറഞ്ഞത് ശരിയാ, ഇത്രയും കാലം ഓർത്തില്ല. അപ്പൊ രാമായണവും വെക്കരുതല്ലേ? മനസ്സ് ഇപ്പൊ അറിഞ്ഞത് വളരെ നന്നായി. ഞാനിപ്പോ ഭഗവത്ഗീതയിൽ മാത്രം ഒതുങ്ങാം. അപ്പൊ ഭഗവത്ഗീതയിൽ യുദ്ധം ഇല്ലേ? തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. യുദ്ധം ചെയ്യാനാണ് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത്. അപ്പൊ ഭഗവത്ഗീതയും വെക്കാൻ പാടില്ല അല്ലേ? വൈകിട്ടാണെങ്കിലും അറിഞ്ഞതിൽ സന്തോഷമുണ്ട് സാറേന്നാ പറയാ. അതായത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തകളും ആരോ എപ്പോഴോ എവിടെ വെച്ചോ എങ്ങനെയോ പറഞ്ഞതിന് പണയപ്പെടുത്തരുത്. പണയപ്പെടുത്തിയിരിക്കുകയാണെന്ന് ഞാൻ പറയണില്ല, പണയപ്പെടുത്തരുത്. റാഷണൽ, ലോജിക്കൽ ആൻഡ് സയന്റിഫിക്, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തത് എന്റെ മുമ്പിലുള്ളവർ സ്വീകരിക്കരുത്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തത് എന്റെ മുമ്പിലുള്ളവർ സ്വീകരിക്കരുത്. വേദത്തിൽ പറഞ്ഞിരിക്കുന്നു, ആശിക്ഷായൈ പ്രശ്നിനം ഉപശിക്ഷായൈ ഉപപ്രശ്നിനം. ഒന്നും ചോദ്യം ചെയ്യാതെ സ്വീകരിക്കരുത്. നിരന്തരം ചോദ്യം ചെയ്യാം. MBA സിലബസിലുള്ളവർക്ക്, MBA പഠിച്ചവരോ പഠിക്കുന്നവരോ ഇവിടെ ഉണ്ടാവും. അതിനകത്തൊരു വാക്കുണ്ട്, കെയ്സൺ, KAIZEN, കെയ്സൺ. കെയ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? യു ഹാവ് ടു ക്വസ്റ്റ്യൻ എവ്രിതിങ് ഇൻ ദ വേൾഡ്. ഹ്യൂമൻ മൈൻഡിനെ കുറിച്ച് എങ്ങനെ മാനേജ്മെന്റിലേക്ക് എത്തിക്കാമെന്ന് ജപ്പാൻകാര് കണ്ടുപിടിച്ച പല ടെക്നിക്കുകളും എല്ലാം ചേർത്ത് മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെടുത്തി മാനേജ്മെന്റ് സ്ട്രീം ലൈൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് കെയ്സൺ. അതിൽ പറയുന്നു, യു ക്വസ്റ്റ്യൻ എവറിത്തിങ്, ഡോണ്ട് ആക്സെപ്റ്റ് എവറിത്തിങ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഡോണ്ട് ആക്സെപ്റ്റ് ഇറ്റ്. ആ ക്വസ്റ്റ്യനിങ് ഡിസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യൻ ആവരുത്, കൺസ്ട്രക്റ്റീവ് ക്വസ്റ്റ്യൻ ആവണം. നിഷേധിക്കാനുള്ള ക്വസ്റ്റ്യൻ അല്ല, അറിയാനുള്ള ക്വസ്റ്റ്യൻ ആവണം. അറിഞ്ഞ് തെറ്റുണ്ടെങ്കിൽ തിരുത്താനും, ബാക്കി അറിഞ്ഞ് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ, കറക്ഷൻ വരുത്താനുള്ള ക്വസ്റ്റ്യനിങ് ആവണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ വേദം കേൾക്കണം, പഠിക്കണമെന്ന് മനസ്സിലാവും.